വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ റിയാസ്ക വന്നിട്ടുണ്ട്, അതിൻ്റെ ഒച്ചപ്പാട ഫുള്ളുള്ള. ഞാൻ ഇപ്പോൾ 4ാം കയറിലുള്ള. അപ്പോൾ വേറെ എന്തൊക്കെയോ കളിച്ചാനൊക്കെ ഉള്ള കളിക്കലാണ് കുട്ടികളൊക്കെ. നോക്കാം നമുക്ക്. അപ്പോൾ രാവിലെ തന്നെ ആയിഷാസിൽ നല്ല കളിയിലാണ്. കാരണം കളിസാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കളിപ്പാട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു റിയാസ്ക. അപ്പോൾ കളിയിലാണ്. ഇത് ഫ്രൂട്ട്സിൻ്റെ സംഭവം, ഫ്രൂട്ട്, ആപ്പിള്, മുന്തിരി, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളായിട്ടുള്ള, പിന്നെ ജിറാഫ്, ആന, മൃഗങ്ങളുമായിട്ടുള്ള കുറേ കളിപ്പാട്ടാണ്. അപ്പോൾ അതൊക്കെ നിലത്തിട്ട് ഭയങ്കര കളിയിലാണ്. പിന്നെ റിയാസ്ക അതാ അവിടെ ഇരിക്കുന്നു. അതെന്ന് വെച്ചാൽ ഡ്രോൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഡ്രോൺ നന്നാക്കുന്ന തിരക്കില്ല. പിന്നെ അത് അവർ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതാകണ്ട വലിയ JCB ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, വലിയ JCB. അതും കൊണ്ടെല്ലാം കളിയാണ്. രാവിലെ തന്നെ കളിപ്പാട്ടം കുറേ പുതിയ കളിപ്പാട്ടം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ആയിഷാസിന്. പിന്നെ അത് ഡ്രോൺ കുറേ നന്നാക്കുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതായതുകൊണ്ട് പിന്നെ ശരിക്കും അങ്ങ് പറത്താനും പറ്റുന്നില്ല. അതുകൊണ്ട് ഇറയത്തുനിന്ന് വെറുതെ ഒന്ന് പറത്തി നോക്കിയിട്ട് ലാസ്റ്റ് കുറച്ച് ശരിയായ മുറ്റത്തുനിന്ന് പറത്താന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ തട്ടിയിട്ട് ഫുള്ള് വീഴുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വീഴുന്നൊക്കെ ഉണ്ട്. ഇതാ കണ്ടോ, ഇപ്പോൾ റിയാസ്ക പിടിച്ചിട്ടുണ്ട്. ഇതാ കുറച്ച് ശരിയായി വന്ന്. ആദ്യമൊന്നും തീരെ പറ്റില്ല. ഇതാണ് ഈ ഡ്രോണ്. ഇതിൻ്റെ മോഡൽ ഏതാണെന്ന് എനിക്കറിയില്ല, ഏതോ പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. പിന്നെ നമുക്കതിനോടൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് വെറുതെ മാറി നിന്ന് കുറച്ച് സമയം കണ്ടു. പിന്നെ വീഡിയോ എടുക്കേണ്ടതല്ലേ മുഖ്യം, അതുകൊണ്ട് വീഡിയോ എടുത്തു. പിന്നെ കുട്ടികൾക്ക് വേണ്ട വേറെയും കുറേ കളിസാനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കളിസാനം. എത്ര വലുതായാലും ഈ ഒരു സംഭവം കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജി അടിക്കുന്ന സംഭവമല്ലേ. എന്താ പറയുക, പണ്ടൊക്കെ നമ്മൾ വേറെ ഇത്ര ടെക്നോളജി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എങ്ങനെയൊക്കെയോ ബബിളൊക്കെ ആക്കുന്നുണ്ടായിരുന്നല്ലോ, മറ്റേ കുപ്പിയിലൊക്കെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു തോക്കൊക്കെ വന്നുകൊണ്ട് പിന്നെ കുറച്ചും കൂടി ഈസിയായി. പിന്നെ ഇതാണ് ആ ഒരു സംഭവത്തിൻ്റെ പെട്ടിയൊക്കെ. അപ്പോൾ അതിൻ്റെ പേരതാ ഡോറാമോൻ ബബിൾ മെഷീൻ ഗണ്ണാണ്. അങ്ങനെ അത് കുറേ സമയമൊക്കെ കളിച്ച്. പിന്നെ നല്ല കാലാവസ്ഥയായിരുന്നു ഇന്ന്. നല്ലൊരു എന്താ പറയുക, വെയിലും മഴയും ഇല്ല. മഴ അങ്ങനെ ഇല്ല, കുറവേനു. പിന്നെ വൈകിട്ടാണ് കുറച്ച് മഴ പെയ്തേ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാം. അതിൻ്റെ ഇടയിൽ ഇസ് വന്നിട്ട് ഡ്രോണ് വീഡിയോയിൽ കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് മടക്കി വെച്ചിട്ട് വന്നതാണ്. കണ്ടോ, ഇതാണ് ഡ്രോൺ. ഇത് മടക്കി വെച്ചിട്ടുള്ള സംഭവം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഇരുന്നിട്ടുണ്ട്. നെല്ലിക്ക തിന്നാൻ, പച്ച നെല്ലിക്ക ഉണ്ടായിരുന്നു. നെല്ലിക്ക ഇഷ്ടമുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ് ഈ നെല്ലിക്ക. പിന്നെ ദോശ ഉണ്ട്, പിന്നെ കറിയുണ്ട്. കറി സിമ്പിളാണ്. അപ്പോൾ ഇതാണ് കറി. അപ്പോൾ അങ്ങനെ പിന്നെ ഇറച്ചിക്കറിയും ഉണ്ട്. അത് തിന്നാനിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ TV കാണുന്നുണ്ടായിരുന്നു. അർജുനെ കിട്ടിയില്ല എന്നുള്ള സംഭവം വാർത്തയിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അർജുൻ എവിടെ പോയി എന്നുള്ളത് സത്യം പറഞ്ഞാൽ അറിയില്ല. ഇതിപ്പോൾ മലയാളികളാണെങ്കിൽ ഫുൾ എപ്പോഴേ കണ്ടുപിടിച്ചിട്ടുണ്ടാവും എന്നാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഉച്ചക്കേക്കുള്ള കറിയാകാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. ഇറച്ചിയൊക്കെ വൃത്തിയാക്കി ഞാൻ പിന്നെ
അതിനുശേഷം പിന്നെ ആ പെങ്ങളാണ് എന്താ പറയുക കറിയൊക്കെ ആക്കിയത്. അപ്പോൾ അതൊക്കെ കുക്കറിലിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മസാലയോ കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് പിന്നെ ഇറച്ചിക്കറിയൊക്കെ വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ പിന്നെ മാറ്റാൻ പോയി. കാരണം കല്യാണ വീട്ടിൽ പോകാനുണ്ടായിരുന്നു, കല്യാണം ഉണ്ട്. അപ്പോൾ 25-ന് കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കല്യാണ വീട്ടിൽ പോയിട്ടൊന്ന് വെറുതെ വരാമെന്നുള്ള രീതിയിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റാൻ പോയി. ഡ്രസ്സ് മാറ്റാൻ പോയാൽ അറിയാമല്ലോ, ഇവരെ രണ്ടാളെയും മാറ്റി കൊടുക്കുമ്പോഴേക്ക് തളർന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ കണ്ണാടിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഇതാക്കുകയെന്ന് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അവരൊക്കെ മാറ്റാനുണ്ട്, അവരൊക്കെ മാറ്റിയിട്ട് വരണം. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് സമയം ഫോണ് കളിക്കുക, എന്തെങ്കിലും കളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറയത്ത് ഇരുന്നിട്ട് എന്തൊക്കെയോ കളിയിലാണ്. ഇത് ആയിഷു അസിലൊക്കെ മാറ്റിയിട്ടുണ്ട്. അത് കണ്ടു, ആയിഷു അസിലൊക്കെ മാറ്റി. പിന്നെ അതാ നമ്മൾ പോവാൻ നോക്കുമ്പോൾ ലഡു ഉണ്ടായിരുന്നു, ലഡു കിട്ടി. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഒരു സന്തോഷ വാർത്ത ഉണ്ടായിരുന്നു, അതുകൊണ്ട് ലഡു കിട്ടി. പിന്നെ നമ്മൾ നേരെ നടന്ന് പോവാണ്. വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്, കുറച്ച് ഒരു 10 മിനിറ്റില്ല, ഒരു 5 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ നടന്ന് പോവാണ്. ആദ്യം നമ്മൾ ഉപ്പാൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് പോയേ. അപ്പോൾ ആ വീട്ടിൽ പോയിട്ട് വേണം നേരെ കല്യാണം വീട്ടിൽ പോകാൻ. അതും ഒരു ഉപ്പാൻ്റെ അനിയൻ്റെ വീട് തന്നെയാണ്. അപ്പോൾ രണ്ട് അനിയന്മാരുടെ വീട്ടിൽ ഒരു അനിയൻ്റെ വീട്ടിലാണ് നമ്മൾ നേരെ പോയേ. അവിടുന്ന് അവരെയും കൂട്ടിയിട്ട് നേരെ കല്യാണം വീട്ടിൽ പോകാമെന്നുള്ള രീതിയിലാണ് പോയേ. അപ്പോൾ അവിടെ നല്ല നല്ല കുറേ ചെടികളുണ്ട്, പക്ഷേ ഇപ്പം കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതല്ലാതെ നല്ല കിടിലൻ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കല്യാണം വീട്ടിൽ പോയി നോക്കുമ്പോൾ പെണ്ണ് നല്ല ഒരുങ്ങലാണ്, മൈലാഞ്ചി ഇടുന്ന തിരക്കിലാണ്. ഫുള്ള് കണ്ടോ, ഫുള്ള് ഇപ്പോൾ 2 കയ്യിൽ ഇട്ടിട്ടുള്ളൂ. 2 കയ്യിലല്ല, ഒരു കയ്യിൽ ഒരു ഭാഗത്തും മറ്റേ കയ്യിൽ മറ്റേ ഒരു ഭാഗത്തും അങ്ങനെ ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മളെന്ത് ചെയ്തു, മേലൊക്കെ കയറി പെണ്ണിൻ്റെ റൂമൊക്കെ കണ്ട് ഇതാക്കി ഇടിയിലെ ലൈറ്റല്ലേ, ഇത് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തു. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് ചായ കുടിക്കാനിരുന്നു. അതിനുശേഷം നമ്മൾ ചായക്കടി പെട്ടിയപ്പോൾ കേക്കും പെട്ടിയപ്പോൾ നിന്നും പെണ്ണിൻ്റെ റൂം കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ. അപ്പോൾ ഇതാണ് റൂം. ഇത് കിടിലൻ അടിപൊളി റൂമായിട്ടുണ്ട്. ലൈറ്റൊക്കെ അടിപൊളിയാണ്, കിടിലൻ ലൈറ്റൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളെ ചുമലിൽ ചെയ്തെടുക്കുന്ന വർക്ക് കിടിലനാണ്, സൂപ്പർ വർക്കാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പിന്നെ നേരെ തിരിച്ച് ആദ്യം വന്ന് ഉപ്പാൻ്റെ വീട്ടിലേക്ക് തന്നെ വന്ന് അവിടെ കണ്ടോ, അവിടെ നല്ല അടിപൊളിയായിട്ട് ചെടിയൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ വീട്ടിലേക്ക് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, സന്തോഷത്തിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. സന്തോഷത്തിൽ ഡ്രസ്സ് വാങ്ങാനുണ്ടായിരുന്നു, കല്യാണത്തിലേക്ക് ഇടാനുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ആ സന്തോഷത്തിലേക്ക് പോവാണ്. നല്ല രാത്രി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഒരു വൈകിട്ട് കല്യാണ വീട്ടിൽ നിന്ന് തിരിച്ചു വന്ന് ഒരു 6 മണി ആ സമയം ആകുമ്പോഴേക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ രാത്രി ആയപ്പോഴാണ് നമ്മൾ അങ്ങ് പോയേ. രാവിലെ പോകാൻ വെച്ച പരിപാടിയാണ്. അപ്പോൾ പക്ഷേ രാത്രി ആയിപ്പോയി നമ്മൾ പോകുമ്പോഴേക്കും. അങ്ങനെ അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി, പക്ഷേ ഒന്നും അങ്ങ് പിടിക്കുന്നില്ല. എനിക്ക് കുറേ പിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പെങ്ങൾക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്ത് ചെയ്തു, കുറേ ഡ്രസ്സ് നോക്കിയതാ പച്ച കളറിൽ, നല്ല രസമുണ്ട് ഇതൊക്കെ, പക്ഷെ ഇതൊന്നും പിടിച്ചില്ല. ലാസ്റ്റ് ഈ വൈറ്റ് ഓക്കെ ആയിട്ടുണ്ടേനും. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം ഏതാ വാങ്ങിയിട്ടുള്ളതെന്ന് വെച്ചാൽ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ നോക്കി. അപ്പോൾ ഇതിൻ്റെ പല വെറൈറ്റി കളറുണ്ട്. അപ്പോൾ ഇതൊക്കെ പുതിയ വന്ന മോഡലാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വെറൈറ്റി കളറുണ്ട്. ഇത് ടോപ്പ് കളർ മാറ്റിയില്ല, പക്ഷേ ഷാളാണ് മാറ്റം. പച്ച കളറ്, പിന്നെ ബ്ലൂ കളർ, അങ്ങനെയായിട്ടുള്ള കളർ ഷാളുണ്ട്. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ വീട്ടിലെത്തിയിട്ട് പിന്നെ എന്ത് ചെയ്തു, ചായയും റൊട്ടി വാട്ടിയതും കൂടി കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ റൊട്ടി വാട്ടാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ. അങ്ങനെ 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ട എടുത്തിട്ട് അത് നല്ലോണം അടിച്ച് വകയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റൊട്ടി വാട്ടാൻ വേണ്ടിയിട്ട് റെഡിയായി. അങ്ങനെ റൊട്ടിയൊക്കെ വാട്ടി അടിപൊളി ചായയൊക്കെ കുടിച്ച് റൊട്ടി കണ്ടോ, കിടില റൊട്ടിയല്ലേ, എൻ്റെ പാട്ടിലാന്ന് പറയേയില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് സമയം വെറുതെ ഇരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല കിടിലൻ ഇറച്ചിക്കറിയും നെയ്ച്ചോറായിരുന്നു, കിടിലനായിരുന്നു, സൂപ്പറായി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.